ലോകം ഇപ്പോൾ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും, മറുവശത്ത് തങ്ങളുടെ പരമാധികാരവും നിലനിൽപ്പും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഇറാനും. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം പുതിയ ആക്രമണ പരമ്പരകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിലേക്ക് കടന്ന് അവരുടെ പ്രധാന തുറമുഖ നഗരമായ ഗംഷ് ദ്വീപിലും ബന്ദർ അബ്ബാസിലും ചബഹാറിലും അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനെല്ലാം പുറമെ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാന്റെ ഒരു പ്രധാന എണ്ണക്കപ്പൽ അമേരിക്കൻ സൈന്യം തടയുകയും അത് പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലിനെ തകർക്കാനുള്ള ഇത്തരം കടൽ കൊള്ളകൾക്ക് സമാനമായ നീക്കങ്ങൾ ആധുനിക ലോകത്തിന് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ചരിത്രത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ അത്ര പെട്ടെന്ന് മുട്ടുമടക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ. തങ്ങളുടെ മണ്ണിൽ വീണ ഓരോ ബോംബിനും, തങ്ങളുടെ പരമാധികാരത്തിന്മേലുണ്ടായ ഓരോ കടന്നുകയറ്റത്തിനും നിമിഷങ്ങൾക്കകമാണ് ടെഹ്റാന്റെ മറുപടി വരുന്നത്. അമേരിക്കൻ അധിനിവേശ ശക്തികൾക്ക് താവളം ഒരുക്കുന്ന കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ പ്രത്യാക്രമണം അഴിച്ചുവിട്ടുകഴിഞ്ഞു. ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും അമേരിക്ക ഈ മേഖലയിൽ നടത്തുന്ന അധിനിവേശം അവസാനിപ്പിക്കുന്നതുവരെ പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്നുമാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് തങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്ന ശക്തികൾക്കെതിരെയുള്ള ഇറാന്റെ ശക്തമായ പ്രതിരോധ വിളംബരമാണ്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാൻ ഉപയോഗിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ സൈനിക ശേഷി കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാന്റെ തീരദേശ സൈനിക കേന്ദ്രങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്നും വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഇറാന്റെ സൈനിക സംവിധാനങ്ങളെ തകർക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനിലെ ഹോർമൂസ് ഖാൻ പ്രവിശ്യയിലെ സിറിക്, ബംപൂർ, ചബഹാർ, ബന്ദർ അബ്ബാസ്, അഹ്വാസ്, കെഷം ദ്വീപ് എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ ആക്രമണത്തെ ഭീരുത്വപരമായ അധിനിവേശമെന്ന് വിശേഷിപ്പിച്ച സൈന്യം ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ 5ാം നാവികസേനയുടെ ആസ്ഥാനം ഉൾപ്പെടെ ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായും അതിൽ വൻ നാശനഷ്ടമുണ്ടാക്കിയതായും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. അമേരിക്കയുടെ പുതിയ ആക്രമണങ്ങളെ തുടർന്ന് 6 പ്രവിശ്യകളിലെ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇറാൻ വിദ്യാഭ്യാസ മന്ത്രാലയം മാറ്റിവെച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും നടത്താനിരുന്ന 12ാം ക്ലാസ്സിലെ എല്ലാ വിഭാഗങ്ങളുടെയും പരീക്ഷകളാണ് മാറ്റിയിരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങൾക്കും സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലകൾക്കും സമീപമുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നതായി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിഷയത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ആരാണ് ഇവിടെ യഥാർത്ഥ അധിനിവേശകർ? സ്വന്തം അതിർത്തിയും വിഭവങ്ങളും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഇറാനോ, അതോ 10,000-കണക്കിന് മൈലുകൾക്കപ്പുറത്തു നിന്ന് വന്ന് പശ്ചിമേഷ്യയിലെ എണ്ണ സമ്പത്തിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയോ? ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ എണ്ണക്കപ്പൽ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ച് തകർക്കാൻ അമേരിക്കയ്ക്ക് എന്ത് അധികാരമാണുള്ളത്? ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചിട്ടും ഒരു ജനതയെ മുഴുവൻ പട്ടിണിക്കിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിനെതിരെ പ്രതികരിക്കുക എന്നത് ഇറാന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഇറാൻ നടത്തുന്ന മിസൈൽ വിക്ഷേപണങ്ങളുടെയും ഡ്രോൺ ആക്രമണങ്ങളെയും ഒരു യുദ്ധക്കൊതിയായി ചിത്രീകരിക്കാനാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് തങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു വൻ ശക്തിക്ക് നേരെ ഇറാൻ ഉയർത്തുന്ന കവചം മാത്രമാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ സമാധാന ചർച്ചകളെല്ലാം പാതിവഴിയിൽ റദ്ദാക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അമേരിക്കയുടെ നിരന്തരമായ വഞ്ചനകളാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കരാറുകളിൽ ഒപ്പുവെച്ച ശേഷം അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. അത് നമുക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ട്രംപ് ഭരണകൂടം പശ്ചിമേഷ്യയിൽ കളിക്കുന്നത് വളരെ അപകടം പിടിച്ചൊരു ചൂതാട്ടമാണ്. ഇറാന്റെ ഉള്ളിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണിയിലൂടെ ഇറാനെ ഭയപ്പെടുത്താമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊന്നും ഇറാന്റെ പോരാട്ട വീര്യത്തെ തളർത്താൻ കഴിയില്ല. അത് കാലങ്ങളായി ഇറാൻ തെളിയിച്ചതാണ്. കഴിഞ്ഞ 3-4 മാസങ്ങളായി നമ്മളത് കണ്ടിട്ടുള്ളതുമാണ്. കെഷം ദ്വീപിലും ചബഹാറിലും ഉണ്ടായ സ്ഫോടനങ്ങൾ ഇറാന്റെ ജനതയെ ഭയപ്പെടുത്തുകയല്ല, മറിച്ച് അധിനിവേശത്തിനെതിരെ ഉറച്ചു നിൽക്കാൻ, അവരെ ഒന്നിച്ചു നിൽക്കാൻ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. ഈ യുദ്ധത്തിൽ ഇറാൻ ഒറ്റയ്ക്കല്ല എന്നതും അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും അസ്വസ്ഥമാക്കുന്നുണ്ട്.
പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഒരുക്കിക്കൊടുത്ത രാജ്യങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ പ്രധാന ലക്ഷ്യം. കുവൈറ്റിലും ബഹ്റൈനിലും ജോർദാനിലും വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങുമ്പോൾ അത് ആ രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കായുള്ള ഒരു താക്കീത് കൂടിയാണ്. തങ്ങളുടെ മണ്ണ് ഇറാനെതിരെയുള്ള ആക്രമണത്തിന് വിട്ടുനൽകിയാൽ അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരും എന്ന കൃത്യമായ സന്ദേശമാണ് ഇറാൻ ഇവിടെ നൽകുന്നത്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഇറാൻ വികസിപ്പിച്ചെടുത്ത മിസൈൽ സാങ്കേതികവിദ്യ എത്രത്തോളം കൃത്യതയുള്ളതാണ് എന്ന് ഈ തിരിച്ചടികളിലൂടെ ലോകത്തിന് ബോധ്യമാവുന്നുണ്ട്. അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കി ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചിരിക്കുന്നത് അതിന് തെളിവാണ്. അതേസമയം അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുന്നത് തുടരുമെന്നും നിലവിൽ ചർച്ചകൾക്കുള്ള യാതൊരു പദ്ധതിയും ഇല്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കി. ഇപ്പോൾ ചർച്ചകൾക്കുള്ള യാതൊരു പദ്ധതിയുമില്ല. രാജ്യത്തിന്റെ പ്രതിരോധമാണ് തങ്ങളുടെ പ്രധാന പരിഗണന എന്നായിരുന്നു ടെഹ്റാനിൽ നടന്ന അനുസ്മരണ ചടങ്ങിനിടെ ബഖായി മാധ്യമങ്ങളോട് പറഞ്ഞത്. അമേരിക്ക കരാറിലെ ബാധ്യതകൾ ലംഘിച്ചാൽ ഒരു കരാറും ഇറാൻ പാലിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് തങ്ങളുടെ അടിസ്ഥാന നയമാണ്. അമേരിക്ക തുടക്കം മുതൽ തന്നെ തങ്ങളുടെ വെടിനിർത്തൽ ധാരണ ലംഘിച്ചുവെന്നാണ് തങ്ങളുടെ നിലപാട് എന്നും ബഖായി കൂട്ടിച്ചേർത്തു. ഏതു തരത്തിലുള്ള ആക്രമണത്തിനും ഇറാൻ ശക്തവും നിർണായകവുമായ തിരിച്ചടി നൽകുമെന്നും ഉപവിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദിയും വ്യക്തമാക്കി. ഇറാൻ ജനതയ്ക്കെതിരായ ഒരു ആക്രമണവും മറുപടിയില്ലാതെ തിരിച്ചു പോവില്ല. എല്ലാ ആക്രമണങ്ങൾക്കും അതിക്രമങ്ങൾക്കും തിരിച്ചു യോജിച്ച മറുപടി നൽകുമെന്ന് കാസിം ഗരീബാബാദി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ഉലയ്ക്കാൻ പോകുന്ന ഒന്നാണ്. ലോകത്തിലെ ആകെ എണ്ണക്കപ്പലിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ പാതയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. അമേരിക്ക തങ്ങളുടെ എണ്ണക്കപ്പലുകൾ തകർത്താൽ ലോക വിപണിയിലേക്കുള്ള എണ്ണപ്പാത തന്നെ നിശ്ചലമാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇതിനകം തന്നെ ഇറാൻ തെളിയിക്കുന്നു. ഇത് വെറുമൊരു യുദ്ധതന്ത്രമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികളുടെ സാമ്പത്തിക മേധാവിത്വത്തിനു മേൽ ഇറാൻ നടത്തുന്ന ശക്തമായ പ്രഹരമാണ്. തങ്ങളെ തകർക്കാൻ നോക്കുന്നവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ സംഘർഷം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ലോകം വലിയൊരു ദുരന്തത്തിന്റെ വക്കിലാണ് എന്ന് പറയേണ്ടി വരും. സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടച്ചുകൊണ്ട് അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ ഇറാനിലെ ജനതയ്ക്ക് മുന്നിൽ പ്രതിരോധിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇതൊരു നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. മാതൃഭൂമിയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. പാശ്ചാത്യ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ ഈ ധീരമായ നിലപാട് വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ എങ്ങനെയെന്ന് വിധിയെഴുതും. ലോക വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതിനും ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെടുന്നതിനും ഈ യുദ്ധം കാരണമായേക്കാം. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഈ അധിനിവേശത്തിന് തുടക്കമിട്ട അമേരിക്കയ്ക്ക് മാത്രമായിരിക്കും.